കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 13 പ്രതികളുടെ ശിക്ഷാവിധി അല്പസമയത്തിനകമുണ്ടാകും. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, കേരളം ഏറെ ചർച്ച ചെയ്ത കേസാണിത്. മധുവിനെ കെട്ടിയിട്ട് തല്ലിക്കൊല്ലുകയായിരുന്നു. അതിൽ ഒരാളുടെ ചവിട്ടിൽ മാത്രമാണ് മരണമുണ്ടായത് എന്ന വിലയിരുത്തൽ കോടതിയും നടത്തുകയാണ്. ഇപ്പോൾ ഒന്നാം പ്രതിയെ തന്നെ വെറുതെ വിടുന്ന നടപടി എന്താണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സംഭവിച്ചത്? കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട സാമൂഹ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച കൊലപാതകമാണ് അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകം. ഈ കൊലപാതക കേസിലാണ് ഹൈക്കോടതിയിൽ നിലവിലുള്ള അപ്പീലിൽ 13 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തുന്നത്. കേസിൽ ആകെ 16 പ്രതികളായിരുന്നു. നേരത്തെ ഒന്നാം കേസിൽ ഒന്നാം പ്രതിയായിരുന്ന ഹുസൈൻ നേരത്തെ കുറ്റക്കാരനാണ് എന്ന് മണ്ണാർക്കാട് വിചാരണ കോടതി SC/ST പ്രത്യേക കോടതി സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കുകയാണ്. ഒന്നാം പ്രതിയായ ഹുസൈനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെറുതെ വിടുന്നു. ഈ കേസിലെ 4ഉം 11ഉം പ്രതികൾ നേരത്തെ കുറ്റക്കാരല്ല എന്ന് വിചാരണ കോടതി കണ്ടെത്തിയിരുന്നു. ആ കോടതി വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റ് 13 പ്രതികൾ കുറ്റക്കാരാണ് എന്നാണ് ഹൈക്കോടതി കണ്ടെത്തുന്നത്. ഇതിൽ ഹുസൈന് അനുകൂലമായി കോടതി നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. ഹുസൈനെതിരെ സാക്ഷി പറഞ്ഞവർ സംഭവ സ്ഥലത്ത് അതേസമയം ഉണ്ടായിരുന്നില്ല. CCTV ദൃശ്യങ്ങളിൽ നിന്ന് കൂടി ഇക്കാര്യം വ്യക്തമാണ്. ഹുസൈൻ കൃത്യം നടക്കുമ്പോൾ ഈ അട്ടപ്പാടിയിലെ മധുവിനെ മർദ്ദിക്കുമ്പോൾ കണ്ടു നിന്നവരിൽ ഒരാൾ മാത്രമായിരുന്നു എന്ന പ്രതിഭാഗത്തിന്റെ വാദവും കൂടി, ഹുസൈന്റെ അഭിഭാഷകന്റെ വാദവും കൂടി ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. നേരത്തെ തന്നെ ഹുസൈന്റെ ശിക്ഷാവിധി ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. ഹുസൈനെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത്. മറ്റുള്ള എല്ലാ പ്രതികളും, ഒന്നാം പ്രതിയും 4ആം പ്രതിയും 11ആം പ്രതിയും ഒഴികെയുള്ള മറ്റെല്ലാ പ്രതികളും കുറ്റക്കാരാണ് എന്ന കാര്യം, അതായത് വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവെക്കുകയാണ്. ശരിവെക്കുമ്പോൾ ഇവരുടെ ശിക്ഷാവിധി ഉയർത്തണം എന്നതായിരുന്നു, ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നതായിരുന്നു സർക്കാർ നൽകിയ അപ്പീലിലെ ആവശ്യം. ആ ആവശ്യമനുസരിച്ചാണ് ഹൈക്കോടതി ഇവരെ കുറ്റക്കാരാണ് എന്ന്, ഇവർക്കെതിരായ കുറ്റകൃത്യങ്ങളെല്ലാം നിലനിൽക്കുമെന്ന് കണ്ടെത്തുന്നത്. ഇവരുടെ ശിക്ഷാവിധി ഉയർത്തുന്ന കാര്യത്തിൽ ഹൈക്കോടതി 12:30-ക്കായിരിക്കും വിശദമായ വാദം കേൾക്കുക. അതിനുശേഷമായിരിക്കും ഈ 13 പ്രതികളുടെയും ശിക്ഷയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കുക. ശരി, 13 പ്രതികളുടെ ശിക്ഷാവിധി ഉച്ചയ്ക്ക് 12:30-ക്ക് അറിയാം. ഒന്നാം പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്.